വിതുരൻ ശ്രീകൃഷ്ണനെ ഭക്തിപൂർവ്വം സ്വീകരിച്ചു. വിവിധ തരം വിശിഷ്ട ഭോജ്യങ്ങൾ കൊണ്ട് സൽക്കരിച്ചു. ഏറെ സംതൃപ്തിയോടെ ഭക്ഷണം കഴിച്ച് വിശ്രമിക്കുന്ന ശ്രീകൃഷ്ണന്റെ അരികിൽ ചെന്ന് വിതുരൻ ഇപ്രകാരം പറയുന്നു: ഭഗവാനെ, അങ്ങയുടെ ഈ ദൗത്യം വിജയിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം സത്യധർമ്മങ്ങളിൽ താൽപ്പര്യമില്ലാത്തവനും വാശിക്കാരനുമാണ് ദുര്യോധനൻ. നല്ല വാക്കുകൾ പറയുന്നവരെയൊന്നും അവൻ അനുസരിക്കുകയില്ല. പാണ്ഡവരോടുള്ള പക എപ്പോഴും വെച്ചുകൊണ്ടിരിക്കുന്ന ദുര്യോധനൻ അങ്ങയുടെ ഉപദേശങ്ങൾ സ്വീകരിക്കുകയില്ല. പാണ്ഡവരെയെല്ലാം ഒന്നിച്ച് ജയിക്കാമെന്നാണ് അവൻ്റെ വിചാരം. ലോകം മുഴുവൻ ജയിക്കുവാൻ കർണൻ മതിയെന്നാണ് അവൻ വിശ്വസിക്കുന്നത്. കർണനും ദുശാസനനും ഉപദേശകന്മാരായിട്ടുള്ളതുകൊണ്ട് അങ്ങയുടെ സന്ധി സംഭാഷണത്തിന് വലിയ പ്രസക്തിയുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് അങ്ങയോട് എനിക്കൊരു കാര്യം പറയുവാനുണ്ട്. ശത്രുക്കളുടെ മധ്യത്തിലേക്കാണ് അങ്ങ് പോകുന്നത്. അവർക്ക് അപ്രിയമായ വാക്കുകൾ പറയുന്നത് സൂക്ഷിച്ചു വേണം. അങ്ങയുടെ മഹത്വമൊന്നും അവർക്ക് അറിയുകയില്ലല്ലോ. കൗരവസഭയിലേക്ക് സംസാരിക്കുവാൻ പോകുന്ന ശ്രീകൃഷ്ണനോട് ഇപ്രകാരം തൻ്റെ അഭിപ്രായങ്ങളൊക്കെ വിതുരൻ പറയുകയാണ്.